ഇന്നൊരു ലഞ്ചിൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതാ ചോറ് നല്ലോണം തിളച്ചപ്പോൾ ഞാൻ റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിരിക്കണേ. അപ്പോഴാണ് കേട്ടോ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ചീര കിട്ടിയത്. പക്ഷേ ഞാൻ ഇന്നലെ ഉപ്പേരിക്കുള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ച കാരണം ഇന്നിപ്പോൾ അത് എടുക്കണില്ല. അതുപോലെ കെട്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ. കവറിൽ ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് ലഞ്ചിന് നല്ല അടിപൊളി ഒരു മീൻ കറി ആണ് വെക്കണത്. അപ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളി, ചെറിയൊരു തക്കാളി, ഒരു 10 അല്ലി ചെറിയുള്ളി കട്ട് ചെയ്തത്, 4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ സുർക്ക, മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കരിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഞെരടി കുഴച്ചെടുക്കണം കേട്ടോ. നല്ലോണം കുഴച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ശരിക്കും മാങ്ങയാണ് കേട്ടോ വേണ്ടത്. മാങ്ങ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 2ാം പാലാണ് കേട്ടോ തേങ്ങൻ്റെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മുറി തേങ്ങൻ്റെ പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ 2ാം പാലാണ് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ കറിയൊക്കെ നല്ലോണം തിളച്ച് വരുന്ന ടൈമിൽ മീൻ ചേർത്ത് കൊടുക്കുക. മീനൊക്കെ വെന്ത് കറി റെഡിയായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ കറി റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ ചെറിയുള്ളി, ഉലുവ, കരിവേപ്പില, ഉണക്കമുളക് ചേർത്ത് വറവിട്ടാലേ നല്ല അടിപൊളി മീൻ കറി റെഡി.